പ്രാപ്പോയിൽ വെസ്റ്റ് അംഗൻവാടിയിൽ 30 വർഷമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മോളി ടീച്ചർക്ക് ALMS കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പ്രാപ്പോയിൽ വെസ്റ്റിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ RK ദാമോദരൻ സ്വാഗതവും തുണ്ടിയിൽ കുട്ടിച്ചൻ അധ്യക്ഷതയും വഹിച്ചു. 17-ാം വാർഡ് മെമ്പർ മിനി മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 15-ാം വാർഡ് മെമ്പർ KM ഷാജി മൊമെന്റോ നൽകി ആദരിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഗീത, ഗിരിജ, ശ്രീദേവി, JHI, ഷംസുനത്ത്, ഗീത RK, വത്സല PV കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സജിന സജി ഹാരാർപ്പണവും മോളി ടീച്ചറും മറുപടി പ്രസംഗവും നടത്തി. ഇങ്ങനെ ഒരു പരിപാടി ശരിക്കും നടത്താൻ നമ്മൾ ആലോചന നടത്തിയത്. അതിലെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ടീച്ചറെ നമ്മളോട് ശ്രമിക്കാതെ നമുക്ക് പറയാം. ടീച്ചറെ ഭാഗത്തുനിന്നുണ്ടായ അപകടമാണ്. ഏകദേശം അവരറിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയിട്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടി നല്ല ഗംഭീരമാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഉപകാരം നൽകുന്നത് മിനി മാത്യുവാണ്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ, അയൽവാസികൾ, നമ്മെ സംബന്ധിച്ചോളം നമുക്കറിയാം, മോളി ടീച്ചർ എവിടെ നിന്ന് മണക്കാടോടത്ത് ചീക്കാടൻ സ്ഥലത്തേക്ക് ഇന്ന് 3 മണിക്ക് പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയാനൊക്കെ അല്പം വൈകിപ്പോയി. എങ്കിൽ തന്നെയും അറിഞ്ഞ സമയത്ത് അത്യാവശ്യം ഈ പ്രദേശത്തുള്ള അംഗൻവാടിയുടെ പ്രിയപ്പെട്ട ആളുകൾ, തീർച്ചയായിട്ടും അത് ചെറിയ കാര്യമൊന്നുമല്ല. 30 വർഷമെന്ന് പറഞ്ഞാൽ നീണ്ട കാലയളവാണ്. ഇപ്പൊ ടീച്ചറിനെ കുഞ്ഞു മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം മാതാപിതാക്കളെ പോലെ തന്നെ, മാതാവിനെ പോലെ, അമ്മയെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്ത് പോകുന്ന ടീച്ചർക്ക് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ വാക്കുകൾ പറഞ്ഞു നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് പറഞ്ഞു ഇടുക എന്നുള്ളതാണ്. സ്നേഹോത്സവമായ ഒരു യാത്രയപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പെട്ടെന്ന് വിളിച്ചു. പിന്നീട് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പം ഇവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി നമ്മുടെ 17-ാം വാർഡിന്റെ മെമ്പർ മിനി മാത്യു അവരുടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരുടെ പേരൻസ് ഈ പ്രാപ്പോയിൽ ഏരിയയിലെ എന്ത് കാര്യങ്ങൾക്കും ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ യൂത്ത്, ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്നൊരു എന്താ പറയാ യാത്രയൊക്കെ നമുക്ക് നടത്തേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല. ഞാൻ 2 ദിവസം മുന്നാണ് എന്നെ ALMS ദാമോദരേട്ടൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇവരെ അറിയുന്നത്. എന്തായിരുന്നാൽ തന്നെയും ഈ ടീച്ചർ 30 വർഷം ഇവിടെ സേവനം അനുഷ്ഠിച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളെയും പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ്. അന്നത്തെ ഏറ്റവും കുറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ആദ്യമേ ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഭാഗത്ത് മാറ്റിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ വേദിയിലും സ്നേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ടീച്ചറെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്നറിയാം. അപ്പോൾ ഇതൊരു സന്തോഷമാണ്. അവസരം കിട്ടുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അവസരത്തിന് വേണ്ടി കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വരും. ഏതായാലും ഈ നാട്ടുകാരെ സാധാരണ സ്നേഹം ഇപ്പം മനസ്സിലായി. എത്രയും പെട്ടെന്നാണ് ടീച്ചറെ യാത്രയെ ട്രാൻസ്ഫർ അല്ല ശരിയായത്. അപേക്ഷ അന്നേ കൊടുത്തിരുന്നെങ്കിലും കുറച്ച് കൊറോണ ചെയ്യാൻ ബാക്കിയുണ്ടായതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ കുറച്ച് ലേറ്റായി. പെട്ടെന്ന് വിവരം വരികയും ചെയ്തു. ഇത് അറിയിച്ചപ്പെട്ടതല്ല. പെട്ടെന്ന് ഇപ്പോൾ കമ്മിറ്റിയിൽ ഇപ്പോൾ പറഞ്ഞ അത്രയെന്ന് പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ ഞാനൊക്കെ പറഞ്ഞത് അത്രയായിരുന്നു. അപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അത്രയും നല്ല ഒരു ALMS അതുപോലെ നാട്ടുകാരെ സഹായം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്ന് പറയുന്നത് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം. മോൾ ടീച്ചറുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 30 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഒരാളുടെ ജീവിതത്തിന്റെ ഒരു പകുതിയിലധികം ഭാഗവും ചെലവഴിച്ചത് ഇവിടെ തന്നെയാണ്.
ഒരുപക്ഷെ ടീച്ചറിന്റെ നാടിനോടുള്ള അറ്റാച്ച്മെന്റിനേക്കാളും കൂടുതൽ ഈ നാടുമായിട്ടായിരിക്കാം ബന്ധം. ഒരു അംഗൻവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ അവർ ആ നാടിന്റെ നട്ടെല്ലാണ്. ആ നാട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിനും ആ ടീച്ചർ അവിഭാജ്യ ഘടകമാണ്. അത് നാട്ടുകാർക്കറിയാം, ടീച്ചർക്കും അറിയാം. എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി ആ ടീച്ചർ മാറിയിട്ടുണ്ടാവും. മോൾ ടീച്ചർ വിഷമത്തോടെ ആണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ മോൾ ടീച്ചറുടെ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. മോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. വീടിന്റെ അടുത്തേക്കുള്ള ഒരു സെന്ററിലേക്ക് തന്നെയാണ് ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നത്. കഷ്ടപ്പാടുകളും എല്ലാം ഏകദേശം മാറി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നല്ല സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇവിടെ കുറേ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ മാനസിക വികാസത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മാതൃകാപരമായ സേവനം ഇത്രയും കാലം നിർവഹിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങളെല്ലാം ചേർന്ന് ഈ യാത്രയെ കുറിക്കുക എന്തുകൊണ്ടും ഉചിതമാണ്. മോളി സർവീസിൽ നിന്ന് യാത്രയാവുമല്ല, ഈ പ്രൊജക്റ്റിൽ നിന്ന് മാറി വേറൊരു പ്രൊജക്റ്റിലേക്ക് പോവാം. നോട്ട്സിற்கு നല്ല ആരോഗ്യ ആയുസ് ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാനിവിടെ ജീവിച്ചിട്ട് എല്ലാം ഞാൻ അവരോട്, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പം എനിക്ക് 400 രൂപ ശമ്പളമേ ഉള്ളൂ. ആ 400 രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാനൊരു വാടക കെട്ടിടത്തിലാണ് വരുന്നത്. ആ വാടക കെട്ടിടത്തിന് 1000 രൂപ കൊടുക്കണം. എനിക്ക് കിട്ടുന്ന 400 രൂപയും പിന്നെ പിള്ളേർക്ക് ഹെൽപ്പർക്ക് 200 രൂപ, ഹെൽപ്പറിന്റെ ഒരു പൈസ പോലും തരില്ല. എനിക്ക് കിട്ടുന്ന 400 രൂപയും പിന്നെ പിള്ളേർ കുറച്ച് പേരൊക്കെ പൈസ തരും. ആ പൈസ ബാക്കി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഈ 1000 രൂപ കൊടുത്തോണ്ടിരുന്നത്. അവസാനം ഈ വാടക മേടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെയാ സംഭവം എന്ന് അറിഞ്ഞപ്പം ആ വ്യക്തി പറഞ്ഞു അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ നിർത്തലാക്കി. അങ്ങനെയാണ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.